ഇപ്പം ലേറ്റസ്റ്റ് നമുക്കൊരു പസിൽ തന്നു ഈ ഷേഖ് ഹസീന. ന്യൂക്ലിയർ റിയാക്ടർ ഇവർക്ക് എന്തിനാണ്? ആരെ ആക്രമിക്കാൻ? ശ്രീലങ്കയെ? അപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കും. ഷേഖ് ഹസീന ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുവന്നു. പിന്നെ അവർ ബുദ്ധിപൂർവ്വം നിന്നു. അവർ ചൈനയുടെ ഇതെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ മൊട്ടം ഉടക്കുണ്ടാക്കും. അപ്പോൾ ഷേഖ് ഹസീന പറഞ്ഞു എന്തായാലും ന്യൂക്ലിയർ റിയാക്ടർ അല്ല, റഷ്യൻ ന്യൂക്ലിയർ റിയാക്ടർ, അതിൻ്റെ സാധനങ്ങളാണ് നമ്മൾ കത്തിച്ചു കളഞ്ഞത്. ഇപ്പോൾ 1.5 മാസം മുമ്പ് ഡാക്ക എയർപോർട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. അപ്പോൾ മറ്റേ ഡ്രോൺ വന്ന്, നമുക്കറിഞ്ഞൂടെ ഏതോ അജ്ഞാത ഡ്രോൺ വന്ന് അത് ഇടിച്ചങ്ങ് തകർത്ത്. അപ്പോൾ ഈ ഷേഖ് ഹസീന പോയി, എന്നിട്ട് ഷേഖ് ഹസീന ലാസ്റ്റിൽ ഈ സ്ഥാനവൃഷ്ടി ആകുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ അവിടെ പോയി ചൈനയിൽ പോയി അവിടെ പോയി നമ്മളെ ചീത്ത പറഞ്ഞു ഷേഖ് ഹസീന. അപ്പം അവരും അവരുടെ ആ ക്വാളിറ്റി കാണിച്ചു, ആ ബംഗാളികളുടെ. ദേ ആർ നെവർ ട്രസ്റ്റ് വർത്തി. പാകിസ്ഥാനേക്കാളും വലിയ പ്രോബ്ലമാണ് ഈ ബംഗ്ലാദേശ്. പിന്നെ നമ്മുടെ ആ ഇപ്പം ചിക്കൻ നെസ്റ്റ് അത് കട്ട് ചെയ്യും എന്ന് യൂനിസ് ചൈനയിൽ പോയി പറഞ്ഞു നമ്മുടെ അടുത്ത്. ഹൗ ഡെയർ! വല്ലാത്തൊരു ഡിഫിക്കൽട്ടാണ് ഈ ബംഗ്ലാദേശ്. ഇടയ്ക്ക് ഒരു അപവാദങ്ങൾ അല്ലെങ്കിൽ കുപ്രചരണമായിരുന്നു ചിക്കൻ നെസ്റ്റിൻ്റെ പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ ആവാസമല്ലേ? ഞാൻ അവിടെ പോയി ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ അനുമാനിക്കുന്നത്, ബീങ് എ പാട്രിയോട്ട്, ചിക്കൻ നെസ്റ്റ് ഇപ്പം നമ്മുടെ കയ്യിലാണ്, കൺട്രോളിലാണ്. അത് 22 കിലോമീറ്റർ വിട്ടുള്ളതാണ്. നമ്മൾ 60 കിലോമീറ്ററോളം കയറി അങ്ങ് പിടിച്ച്. കാര്യം ഞാൻ യൂനിസ് അവിടെ പോയിട്ട് പറഞ്ഞ് ഞങ്ങൾ ചിക്കൻ നെസ്റ്റ് കട്ട് ചെയ്താൽ നിങ്ങളുടെ 7 സ്റ്റേറ്റ് പോയെന്ന് പറഞ്ഞു. അന്നാ പിന്നെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ കയറി ചെയ്താണ്. കാര്യം പറഞ്ഞാൽ പിന്നെ ഇയാളുണ്ടല്ലോ വക്കാർ റഹ്മാൻ, അവരുടെ ചീഫ്, അയാൾ ഇവിടേക്കാണ് ട്രെയിനിങ് എല്ലാം കഴിച്ചത്. അയാൾക്ക് ഇന്ത്യൻ ആർമിയുടെ കപ്പാസിറ്റിയൊക്കെ എന്നാലും അയാൾ ബംഗ്ലാദേശിയാണ്. ഞാൻ പറഞ്ഞ DNA കുഴപ്പമുണ്ട്. അപ്പം അയാളാണ് ഇപ്പം നമുക്കവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പക്ഷേ അയാളെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അയാൾ CIA ഏജൻ്റാണെന്ന് പറയപ്പെടുന്നു. അപ്പം ഈ ബംഗ്ലാദേശിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പണി ബംഗ്ലാദേശ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ കൈകാര്യം. ഭയങ്കര സൂക്ഷ്മത. ഒരു പക്ഷേ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഔദാര്യത്തിലാണ് ഇപ്പം കഴിയുന്നതെന്ന് പറയാൻ പറ്റും. എന്നും ഒരു ഔദാര്യത്തിലാണ്. പക്ഷെ നന്ദിയില്ല അവർക്ക്. നന്ദി എന്ന് പറയണം. പാകിസ്ഥാന് പിന്നെ നന്ദിയുണ്ട്, നമ്മളത്തല്ല, ആ രാജ്യങ്ങളോട് നന്ദിയുണ്ട്, അമേരിക്കയോടും ചൈനയോടും നന്ദിയുണ്ട്. ഈ ബംഗ്ലാദേശിന് നന്ദി എന്ന് പറയണില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് DNA ആണ്. അല്ല, ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ മിസ്മാഷ് ചെയ്യാന്നുള്ള ഇവിടെ നിസ്സാരമായിട്ട് നമുക്ക് സ്മാഷ് ചെയ്യാം. നമ്മളെ ഇവിടുത്തെ ഞാൻ എക്സാജറേറ്റ് ചെയ്തു. കേരള പോലീസ് പോയ ഇപ്പം തന്നെ ബ്രഹ്മോസും നമ്മൾ മറ്റേ ബ്രഹ്മോസും S-400 ഒക്കെ അവിടെ വിന്യസിക്കേണ്ട സ്ഥലത്തൊക്കെ വിന്യസിച്ച് അവർ പേടിച്ച് വരണ്ടിരിക്കുകയാണ്.